ചേട്ടാ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കേരള ഘടകം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകം ആരാണ് എന്താണെന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ഇപ്പോൾ പോളിറ്റ് ബ്യൂറോയെ ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഇത്തവണയും മുഖ്യമന്ത്രി പിണറായി തന്നെ ആയിരിക്കണമെന്നാണ് കേരള ഘടകം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒരു തവണ കൂടി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയാൽ എന്താവും സംഭവിക്കാൻ പോവുക? പ്രശാന്ത്, ഇവിടെ കേരള സമൂഹത്തിന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കേരള ഘടകം എന്ന് പറയുന്നത് പിണറായി വിജയൻ തന്നെയാണ്. പിണറായി വിജയൻ തന്നെയാണ് കേരള ഘടകം, അദ്ദേഹം തന്നെയാണ് കേന്ദ്ര കമ്മിറ്റി, അദ്ദേഹം തന്നെയാണ് പോളിറ്റ് ബ്യൂറോ. പ്രത്യേകിച്ച് ഇനിയൊന്നും സംഭവിക്കാനില്ല. സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ മത്സരിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ UDF വിജയം വളരെ എളുപ്പത്തിലാകും എന്നാണ് പൊതുവികാരം. അങ്ങനൊരു പൊതുവികാരമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. UDF അത് വളരെ ഈസി ആയിട്ടൊരു ജയം ഉണ്ടാകും. അത്ര കണ്ട് പിണറായി വിരുദ്ധ വികാരം, പിണറായി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ ജനം വെറുക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പിണറായിക്കെതിരെ ഉണ്ടാകുന്ന വെറുപ്പുകൾ എന്ന് പറയുന്നത് അത് രാഷ്ട്രീയ പക്ഷത്ത് നിന്നുള്ള, ഇപ്പം UDF ആണെങ്കിലും ഇവിടെ RSS പിന്നെ ഇവിടെ വളർന്നു കയറി വരുന്നു. ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നേമത്ത് RSS ജയിക്കുമെന്നാണ് ചേട്ടൻ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് പിണറായിക്കെതിരെ ഉണ്ടാകുന്ന ആരോപണങ്ങൾ, RSSന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ആരോപണങ്ങൾ, ഇതല്ലാതെ ഏത് ജനം ആണ് പിണറായിയെ വെറുത്തു എന്ന് പറയുന്നത് എനിക്കിതുവരേക്കും ബോധ്യമായില്ല. പിണറായിയെ ജനം വെറുക്കുന്നു, പിണറായി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് ഒരു നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന മാധ്യമങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷെ അപ്പോഴും പിണറായി അതിനോടൊന്നും പ്രതികരിക്കാതെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു സമ്പൂർണ്ണ പരാജയമാണെന്ന് പറയാൻ സാധിക്കുമോ? അല്ല, മുഖ്യമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹം സമ്പൂർണ്ണ പരാജയമാണോ എന്ന് ചോദിച്ചാൽ, അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയായി ഇരിക്കുമ്പോൾ നാളിതുവരെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ചെയ്യാത്ത രീതിയിലുള്ള പ്രവൃത്തികളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു തലവൻ നല്ല രീതിക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടത്തിൽ നിൽക്കുന്ന പടയാളികൾ നല്ല രീതിക്കാണെങ്കിൽ മാത്രമേ ഒരു യുദ്ധം ജയിക്കാൻ പറ്റൂ. അതൊരു യുദ്ധതന്ത്രം അങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു യുദ്ധം അങ്ങനെയാണ് ജയിക്കുന്നത്. ഇപ്പോൾ ആ യുദ്ധത്തിന്റെ മുൻപിൽ ഒരു പടനായകൻ ഉണ്ടെങ്കിൽ ഒപ്പം നിൽക്കുന്ന പടയാളികൾ അദ്ദേഹത്തിനോടൊപ്പം സഹകരിച്ചു പോയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇവിടെ പിണറായി വിജയനെ പറയുമ്പോൾ പിണറായി വിജയന്റെ ഒപ്പം തന്നെയുള്ള മറ്റുള്ള മന്ത്രിസഭാ അംഗങ്ങളുടെ പിടിപ്പ് കേടുകൊണ്ട് മാത്രമല്ലേ പിണറായി വിജയൻ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്, അല്ല എന്ന് പറയുവാൻ സാധിക്കുമോ? പ്രശാന്ത്, പിടിപ്പുകേടാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറയട്ടെ, പ്രശാന്ത് അടങ്ങുന്ന ഒരു ടീമിൽ നിങ്ങളൊരു 10 പേരടങ്ങുന്ന ഒരു ടീം, നിങ്ങളുടെ കൂട്ടായ റിസൾട്ടാണ് നിങ്ങളുടെ റിസൾട്ട് എന്ന് പറയുന്നത്. ആ റിസൾട്ടിൽ ഒരാളുടെ പെർഫോമൻസ് മോശമാണെങ്കിൽ നിന്റെ പെർഫോമൻസ് മോശമാണ്, നീ ഇങ്ങനെ പോയാൽ പറ്റില്ല, നീ അത് എന്തെങ്കിലും ചെയ്യണം എന്ന് ഒരു പ്രാവശ്യം വിലക്കണം. ഇപ്പോൾ ഞാൻ മാത്രം ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഞാൻ മാത്രമായിട്ട് നിന്നുകൊണ്ട് ഇപ്പോൾ ഒരു ഒരു പ്രൊജക്ട് ഞാൻ ഏറ്റെടുക്കുകയാണ്. ആ ഒരു പ്രൊജക്റ്റിൽ എൻ്റെ ഒപ്പം ഒരു 10 പേര് വേണമെന്നിരിക്കെ ഞാൻ മാത്രം കഷ്ടപ്പെടുന്നു, ഈ 10 പേര് അവരുടെ ജീവിതത്തിൽ ലേസി ആയിട്ട് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് അതിനോട് വലിയ താല്പര്യമില്ലാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് ഇത് ജയിക്കാൻ പറ്റുമോ? ഈ പ്രൊജക്ട് എനിക്ക് ഒറ്റയ്ക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. ഇപ്പോൾ ആരോഗ്യ വകുപ്പ് ഇവിടെ തകിടം മറിഞ്ഞ് കിടക്കുകയാണ്. ആ ആരോഗ്യ വകുപ്പ് ഏൽപ്പിക്കേണ്ട വ്യക്തിയെ ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ശരിയല്ലേ? ഈ വീണ ജോർജിനെ പോലൊരു മാധ്യമ പ്രവർത്തകയെ വിളിച്ചു കൊണ്ടുപോയി ഈ പറയുന്ന മെഡിക്കൽ രംഗത്തേക്ക്, ആരോഗ്യ രംഗത്തേക്ക് കൊണ്ടിരുത്തുകയാണ്. അവർക്ക് ആരോഗ്യ രംഗത്തെ കുറിച്ച് അവർക്ക് എന്തറിയാം? ഒന്നും അറിയത്തില്ലാത്ത ഒരാളെ കൊണ്ട് വെച്ചിട്ട് അവര് ആക്രോശിച്ചുകൊണ്ട് ഈ പറയുന്ന KSU പ്രവർത്തകരുടെ നേരെ ചെല്ലുന്നു, അവരുടെ പെടലി ഓടിക്കുന്നു, പോയി ഒരു നാടകം ഇറക്കുന്നു. അതിന്റെ പേരിൽ കുറച്ച് കുട്ടി സഖാക്കൾ ഇവിടെ ഇറങ്ങി കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, കോൺഗ്രസ് ഓഫീസ് കത്തിക്കുന്നു, അതുപോലെ തന്നെ വാഹനങ്ങൾ തകർക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഇത് ശൈല ടീച്ചർ ഇരുന്ന ഒരു സമയം, ആ ഒരു സമയത്ത് എത്ര ഭംഗിയായിട്ട് നിപ്പ വന്ന സമയത്തും കൊറോണ വന്ന സമയത്തും എത്ര ഭംഗിയായി ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. ഈ പറയുന്ന ആരോപണങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം, എനിക്കറിയാണ്ട് ഇവിടുത്തെ ഒരു പ്രശ്നം അതല്ല. കാരണം പ്രായം കൂടുതലായി എന്ന് പറഞ്ഞാണ് VS സഖാവിനെ ഇവര് മത്സരത്തിൽ നിന്ന് പിന്നോട്ട് മാറ്റിയതും മന്ത്രിസ്ഥാനം കൊടുക്കാതെ അദ്ദേഹത്തെ പിന്നിലേക്ക് വലിച്ചു നിർത്തിയത്. ഇതിപ്പോൾ 3ാം തവണ പിണറായി വിജയൻ വരണമെന്ന് പറയുമ്പോൾ ജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് പിന്നെയാണ്. ഇപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് അവരുടെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നതിനെ ഇന്നും ഒരു പ്രസ്ഥാനത്തിന് തകർക്കാൻ പറ്റിയിട്ടുള്ള ഒന്നല്ല. ഈ പറയുന്ന കോൺഗ്രസിനും സാധിച്ചിട്ടില്ല, ഈ പറയുന്ന RSSനും സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന BJPക്കും സാധിച്ചിട്ടില്ല. അവരുടെ വോട്ടുകൾ അവരുടെ കൈകളിൽ ഭദ്രമാണ്, അല്ലെന്ന് പറയാൻ പറ്റുമോ? അല്ല, ഞാൻ ഇത്രയും പറയുമ്പോൾ, പ്രശാന്ത് പറയുമ്പോൾ, ഞാൻ ആ പറഞ്ഞ പോയിന്റിലേക്ക് ഞാൻ ഇതുവരെ എത്തിയില്ല. എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടമല്ല എന്ന് പറയുന്നത് ചോദിച്ചാൽ, ഒരു മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഈ പാർട്ടിക്കകത്ത്, പാർട്ടി പോളിറ്റ് ബ്യൂറോയിലും അല്ലാതെയും സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ ഇദ്ദേഹം തന്നെയാണ് തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ വീണ ജോർജിനെ മന്ത്രിയാക്കിയതിനെ കുറിച്ച് പറഞ്ഞു, 2ാം നിരക്കാരായിട്ടുള്ള എല്ലാവരെയും മന്ത്രിയാക്കിയത് ഇദ്ദേഹത്തിന്റെ തീരുമാനമാണ്. പ്രായപരിധി നിശ്ചയിച്ച് ഇദ്ദേഹത്തിന്റെ തീരുമാനമാണ്. അപ്പോൾ പ്രായപരിധി വേണ്ടെന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ തീരുമാനമാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ജനം ഇദ്ദേഹത്തിനെ വെറുക്കാതിരിക്കുന്നത്? ഇപ്പൊ വീണ ജോർജിനെ വിലക്കേണ്ടത് അദ്ദേഹത്തിന്റെ കടമയല്ലേ? അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ അതാ പറഞ്ഞു, നിങ്ങളൊരു ടീം ഉണ്ടാക്കുമ്പോൾ ആ ടീമിൽ ഒരാൾ മോശമാണെന്നുണ്ടെങ്കിൽ അവരെ വിലക്കണം.
അല്ലെങ്കിൽ ഈ പറയുന്ന ഇവിടുത്തെ പാർട്ടി അതിന് അദ്ദേഹത്തിനെ ചുമതലപ്പെടുത്തണം. പാർട്ടിയും അദ്ദേഹം തന്നെ, മുഖ്യമന്ത്രിയും അദ്ദേഹം തന്നെ. ഇപ്പൊ അദ്ദേഹം അല്ലാതെ വേറൊരാൾ മത്സരിക്കുക. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് പോളിറ്റ് ബ്യൂറോ അദ്ദേഹത്തിന് വീണ്ടും മത്സരിക്കാൻ പറയുമ്പോൾ UDF-ന് അല്ലെങ്കിൽ കോൺഗ്രസിന് ജയം ഈസി ആവുകയും ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നത് ഇവരൊരു തെറ്റുതിരുത്തലിലേക്ക് പോകുമ്പോൾ, അതായത് ഈ നമ്മൾ കേട്ടിട്ടുള്ളത് ഈ റഷ്യയിൽ എങ്ങനെയാണ് പാർട്ടി തകർന്നത്? റഷ്യയിൽ സ്റ്റാലിനാണ് ഈ പാർട്ടിയെ തകർത്തത്. സ്റ്റാലിൻ ജീവിച്ചിരിക്കുമ്പോൾ സ്റ്റാലിനെ ആരും എതിർത്തിട്ടില്ല. സ്റ്റാലിന്റെ മരണശേഷമാണ് എല്ലാവരും പറയുന്നത് സ്റ്റാലിനാണ് ഈ പാർട്ടിയെ തകർത്തതെന്ന്. നിങ്ങൾ നോക്കിക്കോളൂ, ഈ പാർട്ടി UDF-ന് ജയം ഉണ്ടായത് MA ബേബിയാണ് പോളിറ്റ് ബ്യൂറോയിൽ, അദ്ദേഹമാണ് ഉള്ളത്. പോളിറ്റ് ബ്യൂറോയുടെ ജനറൽ സെക്രട്ടറി, അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ അല്ല, CPM ജനറൽ സെക്രട്ടറി അദ്ദേഹമാണ്. ഇത് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നത് പിണറായി വിജയൻ എന്ന CPM എന്ന് പറയുന്ന പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറായ അദ്ദേഹത്തിന് പാർട്ടി ഒരുക്കുന്ന ഒരു കെണിയാണ് അദ്ദേഹത്തിനെ വീണ്ടും മത്സരിപ്പിക്കുന്നത്. കാരണം 2 ടൈമിലും അദ്ദേഹം തന്നെ ഭരിച്ചു, അദ്ദേഹം തന്നെയാണ് തീരുമാനങ്ങളെടുത്ത്, അദ്ദേഹം തന്നെയാണ് എല്ലാ മുഖവും. ഇപ്പൊ ശൈലജ ടീച്ചറിന്റെ കാര്യം പ്രശാന്ത് പറഞ്ഞു. ശൈലജ ടീച്ചർ നിപ്പയും കൊറോണയും തുടങ്ങിയ എല്ലാ കാര്യങ്ങളെയും അവർ വളരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തുകൊണ്ടുപോയി. പത്രസമ്മേളനങ്ങൾ പിന്നെ ഇദ്ദേഹം കൈയാളുന്നു. ഒരേ ഒരു മുഖമേ ഉള്ളൂ. ആ മന്ത്രിസഭയിൽ കഴിവുള്ള ആരുടെ? ഐസക് ഉണ്ടായിരുന്നു, G സുധാകരനുണ്ടായിരുന്നു, ശൈലജ ഉണ്ടായിരുന്നു, വേറെയും എത്രയോ പ്രഗത്ഭരായ ആൾക്കാരുണ്ടായിരുന്നു. അവരാരുമല്ല, എല്ലാം തന്റെ മുഖമേ കാണാവൂ. അങ്ങനെ വന്നപ്പോൾ തീരെ ജൂനിയറായ ബാലഗോപാൽ, തീരെയല്ല പാർട്ടിക്കകത്ത്, അവരിപ്പോൾ CC മെമ്പർമാരാണ്, അവർ ജില്ലാ ഘടകത്തിലെ നേതാക്കളാണ്. ബാലഗോപാൽ, രാജീവ്, പിന്നെ ഈ പറയുന്ന പോലെ പാലക്കാടത്തെ MP രാജേഷ്, വീണ ജോർജ്, ഇങ്ങനെ ഒരു കൂട്ടം ജൂനിയേഴ്സിനെ ഇരുത്തി അവിടെയും അദ്ദേഹം തന്നെയാണ് എല്ലാം. എന്നിട്ട് ഇതെല്ലാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു? ഇല്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ധനകാര്യ വകുപ്പ് എന്ത് ഫ്ലോപ്പായിരുന്നു. ഇപ്പൊ കിഫ്ബി കൊണ്ടുവന്നു. കിഫ്ബി എന്ന് പറയുന്ന ഇന്നും മനസ്സിലാവാത്ത ജനം ഇവിടെയുണ്ട്. മസാല ബോണ്ട എന്താണ്, അതും ഇവിടുത്തെ ജനത്തിന് മനസ്സിലാകുന്നില്ല. അപ്പൊ ഇവർ കരുതുന്ന ഇവരാണ് ബുദ്ധിമാന്മാര്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ, ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുമ്പോൾ UDF-ന് വളരെ നല്ല ജയസാധ്യതയുണ്ട്. ഒരു സംസ്ഥാനം, ഞാൻ ചോദിക്കട്ടെ, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി എത്ര ജനകീയനായ ഒരു മുഖ്യമന്ത്രിയായിരുന്നു. EK നയനാർ എത്ര ജനകീയനായ മുഖ്യമന്ത്രിയായിരുന്നു. നിങ്ങൾ പറഞ്ഞ VS എത്ര ജനകീയനായ മുഖ്യമന്ത്രിയായിരുന്നു. ഒരു മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ ഈ സംസ്ഥാനത്തുടനീളമുള്ള എല്ലാ ജനങ്ങളുടെയും മുഖ്യമന്ത്രിയാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. കണ്ണൂരത്തെ ഒരു വിഭാഗത്തിന് കാശുണ്ടാക്കാനും കുറെ ക്രിമിനലുകൾക്ക് തോന്നുമ്പോൾ അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പ് അവരുടെ തന്നെ കാര്യങ്ങളുടെ, അവരുടെ തന്നെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പേരിൽ ക്രിമിനലുകൾ ഇറങ്ങുന്നു, അവർക്ക് ചുമ്മാതങ്ങ് പരോൾ അനുവദിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ആശമാരുടെ സമരം അവിടെ നടന്നു. എന്ത് ബലംപിടുത്തമാണ് ഒരു മുഖ്യമന്ത്രി നടത്തിയത്? അങ്ങനെയൊന്നും പാടില്ല പ്രശാന്തേ. ഒരു മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കോടിക്കണക്കിന് കേരളത്തിലുള്ളവരുടെ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്, അല്ലാതെ ഈ പാർട്ടിയുടെ മാത്രം മുഖ്യമന്ത്രിയല്ല. ഇവിടെ ഈ പാർട്ടി ചിന്തിക്കുന്നത് ഇവർ ഒരാളെ നിശ്ചയിക്കും, അവരങ്ങ് അടിച്ചേൽപ്പിക്കും, അവരെ നമ്മൾ ജയിപ്പിച്ച് വിട്ടോളണം. ഇപ്പൊ ഞാൻ ചോദിച്ചു, KK ശൈലജ എന്ന് പറയുന്ന നേതാവിന് സീറ്റില്ലെന്ന് പറയുന്നു. എന്താ കുറവ് KK ശൈലജയ്ക്ക്? ഇപ്പൊ ജനകീയ മുഖങ്ങളെ CPM പാർട്ടി വെറുക്കുകയാണ്. ഈ പറയുന്ന കോൺഗ്രസ് ഇവിടെ ജയിക്കും, അല്ലെങ്കിൽ കോൺഗ്രസിന് ജയിക്കാനുള്ള അടിത്തറ ഇട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ചേട്ടാ, കോൺഗ്രസിൽ മന്ത്രിയാകാൻ പോകുന്ന VD സതീശനെ രമേശ് ചെന്നിത്തലയെ മാറ്റി നിർത്തിയേച്ച് ഒരു 10 പേര്, ജനങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള, അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള ഒരു 10 പേര് എടുത്തു പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ആലോചിക്കാതെ പറയാൻ പറ്റും. K മുരളീധരൻ ഇല്ലേ, KC വേണുഗോപാൽ ഇല്ലേ, ഈ പറയുന്ന വേറെ സണ്ണി ജോസഫ്. ഞാൻ ചോദിക്കട്ടെ, സണ്ണി ജോസഫിന് എന്തിനാണ് ഒരു KPC പ്രസിഡന്റ്? ഇതിന് മുൻപ് ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ എല്ലാം പിണറായി വിജയനാണ്, എന്തും പിണറായി വിജയനാണ്. ചേട്ടാ, ഈ ലീഡർ മരണപ്പെടുന്ന സമയം വരേക്കും ഈ പറയുന്ന കോൺഗ്രസിന്റെ കേരളത്തിന്റെ മുഖമെന്ന് പറയുന്നതും കേരളത്തിലെ കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരുന്നതും കിങ് മേക്കർ ആയിട്ടിരുന്നതും ഈ പറഞ്ഞ ലീഡർ തന്നെയാണ്. അവസാന കാലത്ത് ഒന്നും അല്ലാതെ പോയി പ്രശാന്തേ. ലീഡർ അവസാന കാലത്ത് ഒരു പാർട്ടി ഉണ്ടാക്കാൻ പോയില്ലേ? സോണിയാഗാന്ധിക്ക് ഇഷ്ടമില്ലാതായില്ലേ? പുത്രവാത്സല്യം കൊണ്ടാണ് അദ്ദേഹത്തിന് വീഴ്ച ഉണ്ടായത്. പക്ഷെ അതുവരേക്കും എന്തായിരുന്നു? അദ്ദേഹമായിരുന്നു കോൺഗ്രസ്, അദ്ദേഹമായിരുന്നു കേരളത്തിന്റെ കോൺഗ്രസ് ഘടകം. കോൺഗ്രസിൽ ആര് ഭരിക്കണം, അല്ലെങ്കിൽ ആര് നേതാവാകണം, ആരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ആരായിരുന്നു? പക്ഷേ പറയുന്നത് K കരുണാകരനായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. 10 വർഷം ഈ കേരളം ഭരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ, അവരുടെ പാർട്ടി തീരുമാനമാണ്, അവരുടെ പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്നത്. ഇപ്പൊ ആൾക്കാർ തമാശക്കാണ് അവരെന്ന് ചോദിക്കണേ, എന്ത് പോളിറ്റ് ബ്യൂറോ, എന്ത് പാർട്ടി? ഒരു പ്രാദേശിക പാർട്ടിയല്ലേ? പ്രാദേശിക പാർട്ടിയുടെ അത്ര ഇതല്ലേ ഈ പാർട്ടിക്ക് ഇപ്പോൾ കേരളത്തിലല്ലാതെ വേറെ എവിടെയുണ്ട്? ത്രിപുരയിലുണ്ടായിരുന്നു പോയി, ബംഗാളിലുണ്ടായിരുന്ന ഈ പാർട്ടി പോയി, വേറെ എവിടെയായി പാർട്ടി ഉള്ളത്? ചേട്ടാ, പാർട്ടി പഞ്ചാബിലുണ്ടോ ഈ പാർട്ടി? പാർട്ടി പ്രസ്ഥാനത്തിൽ അവര് തന്നെ വിശ്വാസപൂർവ്വം പറയുന്ന ഒരു വാക്കുണ്ട്, കനലൊരു തരി മതി. പോയി എന്ന് പറയുമ്പോൾ ഈ പോയി എന്ന് പറയുമ്പോഴേക്കും അവിടെ പരാജയപ്പെട്ടു എന്നുള്ളതാണ്, അല്ലാതെ അവിടെ പാർട്ടിക്കാരെല്ലാരും പാർട്ടി ഉപേക്ഷിച്ച് ഇറങ്ങി പോയിട്ടില്ല. ഇപ്പോഴും ആ പാർട്ടി. പ്രശാന്ത്, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. പ്രശാന്ത് തുടക്കത്തിൽ പറഞ്ഞു RSS ബാന്ധവത്തെ കുറിച്ച്. ഞാൻ ഒറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് സംസാരം അവസാനിപ്പിക്കാം. അതായത് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന BJPയുടെ അജണ്ട ഇവർ ട്രാപ്പിൽ, ഇവർ ആ അജണ്ട നടപ്പാക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ BJP വോട്ട് ചെയ്ത് ഇവർ ജയിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇവരുടെ സ്ഥാനാർത്ഥികൾ അടിയൊഴുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവർക്കൊപ്പം നിൽക്കുന്ന CPI ഇവർ തോൽപ്പിക്കാൻ സാധ്യതയുണ്ട്. ആവട്ടെ, പക്ഷേ
എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ രാഷ്ട്രീയത്തിൽ ഉടനീളമുള്ള സ്പന്ദനങ്ങൾ CPM സ്പന്ദനം കൃത്യമായി ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ എനിക്ക് മനസ്സിലാവുന്നത് ഇദ്ദേഹത്തെ വീണ്ടും മത്സരിപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ ജയം സുനിശ്ചിതമാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം നയിച്ചാൽ പോലും ഇദ്ദേഹം പങ്കെടുക്കുന്ന ഒരു പൊതുയോഗത്തിൽ ജനം എത്ര കൂടുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ജനം ഇഷ്ടപ്പെടണം, ഒരു നേതാവിനെ ജനം ഇഷ്ടപ്പെടണം. ഇത് കേരളം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ മാത്രമുള്ള കേരളമല്ല, ഇവിടെ എല്ലാ ജാതി മതസ്ഥരും എല്ലാ ആശയങ്ങളുള്ളവരുണ്ട്. അപ്പോൾ ഇടതുപക്ഷത്തിലെ സച്ചിദാനന്ദൻ പറഞ്ഞത് വെറുതെ ആവില്ല. ഇനിയെങ്കിലും അധികാരമോഹം മാറ്റിവെച്ച് ഒരു വേള മാറി നിൽക്കട്ടെ. അപ്പൊ നിങ്ങളുടെ സംഘടന എന്താവുമെന്ന് നിങ്ങൾക്ക് നേരിട്ട് കാണാം. ഏതായാലും നമുക്ക് നോക്കാം. കോൺഗ്രസിന് ജയിക്കാനുള്ള ഒരു വഴി എന്താണെങ്കിലും എനിക്ക് പറയാനുള്ളത് പിണറായി വിജയൻ ഇനി മുഖ്യമന്ത്രിയാണോ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അതന്നെയാണ് മുഖം മാറി. പക്ഷെ അദ്ദേഹത്തെ മത്സരിപ്പിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു MLA ആയിട്ടോ ഒരു MP ആയിട്ടോ ഇരിക്കുവാനുള്ള യോഗ്യത ഉള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം മത്സരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞതായിട്ടുള്ള അറിവും വരുന്നുണ്ട്. കാര്യം അദ്ദേഹത്തിന് അറിയാം, അല്ലെങ്കിൽ പാർട്ടിക്ക് അറിയാം, ഈ പാർട്ടി ഇനി പ്രതിപക്ഷത്ത് ഇരിക്കാൻ പോകുന്നു, പ്രതിപക്ഷ നേതാവ് ഇരിക്കാൻ താൻ തയ്യാറല്ല എന്ന് കൂടി പറഞ്ഞിരിക്കുന്നു. ഇനി എന്തായാലും ഏതാനും മാസങ്ങളിലേ ഉള്ളൂ, നമുക്ക് ഒരു മാസം അത്രയേ ഉള്ളൂ, നമുക്ക് നോക്കാം.